അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പ്രാവശ്യം നമ്മൾ വിശുദ്ധ ഖുർആനിലെ 56-ാമത്തെ അധ്യായം അൽ വാഖിയയാണ് നമ്മുടെ മത്സരത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്. ഇത് നമ്മുടെ ഒരു ഭാഷാപരമായ അഭിവൃദ്ധിയും കൂടെ ഇതിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അറബി ഭാഷയുടെ ഏറ്റവും നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ വിശദീകരിക്കപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ഭാഷയുടെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി പ്രത്യേകമായി നിങ്ങൾക്കൊരു മത്സരത്തിന്റെ ഭാഗമായി നൽകുന്നത്. അൽ വാഖിയ എന്ന സൂറത്തിൽ 96 ആയത്തുകളാണ് ഉള്ളത്. 3 റുക്കുകളും. റുക്കു എന്ന് പറഞ്ഞാൽ അത് പണ്ഡിതന്മാര് പഠനത്തിലുള്ള സൗകര്യത്തിന് വേണ്ടി, പാരായണം ഹിഫ്ള് പോലെയുള്ള സൗകര്യത്തിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള ഒരു വിഭജനമാണ്. അൽ വാഖിയ എന്നത് 1-ാമത്തെ ആയത്തിൽ തന്നെ വന്ന ഒരു പദമാണ്. ആ പദമാണ് ഈ സൂറത്തിന്റെ പേരായി വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ ശ്രദ്ധിക്കുന്ന സംഗതി, ആദ്യം ആ ആയത്തുകളുടെ കൂടെ തന്നെ അതിന്റെ വാചകാർത്ഥം, അതിനുശേഷം ആ ആയത്തിൽ വരുന്ന ഓരോ പദങ്ങളുടെയും പദാർത്ഥം, അതിനുശേഷം ഒന്നിച്ചുള്ള അതിന്റെ ഒരു വിശദീകരണം. ഈ 3 ഭാഗങ്ങളിൽ നിന്നും 4 ഭാഗങ്ങളിൽ നിന്നും ആയത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം, പദങ്ങളുടെ അർത്ഥം, വിശദീകരണം, ഈ 4 ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ചോദ്യം ഉണ്ടാകും. അതുകൊണ്ട് ആ വിധത്തിൽ തന്നെ നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടി നന്നായി പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നമുക്ക് പാരായണം ചെയ്തു തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിയ. ഇവിടെ അൽ വാഖിയ എന്നത് ഖിയാമത്ത് നാളിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ്. അൽ ഖാരിയ, അൽ അസിഫ എന്നൊക്കെ ഇതുപോലെ തന്നെ മറ്റു ചില ഭാഗങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹം മക്കക്കാർ, അവിടുത്തെ ജീവിതത്തിലൂടെ ദൃഷ്ടാന്തമായി അള്ളാഹു എന്തൊരു കാര്യം അവതരിപ്പിച്ചാലും അവരതിനെ മാജിക്കാണ്, ജാലമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാണ് ചെയ്യുക. എന്നാൽ ഇപ്പോ ഈ പറയുന്ന ഖിയാമത്ത് നാള് നേർക്കുനേരെ അവർ കാണുമ്പോൾ അവർക്കതിനെ തള്ളി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് തൊട്ടടുത്ത ആയത്തിൽ ഇദാ വഖഅത്തിൽ വാഖിയ എന്ന് പറഞ്ഞതിന് ശേഷം ലൈസലി വഖഅതിഹാ കാദിബ. ആ സംഭവം സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ ആ അതിഭയങ്കരമായ ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ സംഭവ്യതയെ പിന്നെ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം നേർക്കുനേരെ അവരതിന് സാക്ഷികളാണ്. ഖാഫിദത്തുർ റാഫിയ. അന്ന് ചില ആളുകൾ തരം താഴ്ത്തപ്പെടും, ചില ആളുകൾ ഏറ്റവും ഉയർത്തപ്പെടുകയും ചെയ്യും. ആരാണ് തരം താഴ്ത്തപ്പെടുന്നവർ? നാട്ടിലെ ദുഷ്ടജനങ്ങളായ ആളുകൾ. അവർക്ക് ദുനിയാവിൽ നല്ല വളർച്ചയും വികസനവും സാമ്പത്തികമായ ശേഷിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും, രാഷ്ട്രീയവും മറ്റുമായിട്ടുള്ള സ്വാധീനം ഉണ്ടെങ്കിൽ പോലും, പരലോകത്ത് അവർ ഏറ്റവും തരം താണ ആളുകളായി മാറും. എന്നാൽ വേറെ ചില ആളുകളോ റാഫിയത്തിൽ ഉയർത്തപ്പെടും. ഇവിടെ അവർ അടിമകളോ പാവപ്പെട്ടവരോ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടവരോ ആണെങ്കിൽ പോലും അവർ അള്ളാഹുവിൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തതിനാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉയർത്തപ്പെട്ട ആളുകളായി മാറുകയും ചെയ്യും. യഥാർത്ഥ ഒരു റിസൾട്ടിന്റെ ദിവസമാണ്. നമ്മളുടെ കർമ്മങ്ങൾക്ക് ഇവിടെ ശരിയായ റിസൾട്ട് കിട്ടില്ല, പൂർണ്ണമായ റിസൾട്ട് കിട്ടില്ല എന്നത് നമുക്കറിയാവുന്നൊരു വസ്തുതയാണ്. എന്നാൽ കൃത്യമായ റിസൾട്ട് ലഭിക്കുന്ന ഒരു ലോകമാണ് ഖിയാമത്ത് നാൾ. അവിടെ ഈ ആളുകൾ, ദുർജനങ്ങളായ ആളുകൾ തരം താഴ്ത്തപ്പെടുകയും നല്ല മനുഷ്യർ ഉയർത്തപ്പെടുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇനി താഴെയുള്ള സൂറത്തുകളിലേക്ക് നോക്കൂ, ആയത്തുകളിലേക്ക്. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ. ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന വളരെ ഭയാനകമായ ചില വിഷയങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഭൂമി വിറപ്പിക്കപ്പെട്ടാൽ, നമ്മൾ സാധാരണ ഈ മഫ്ഊല് മുത്ലഖ് എന്നൊക്കെ പറയണ്ടല്ലോ. ദറബ്തു ദർബൻ, ഞാനൊരു അടി അടിച്ചു. ആ രണ്ടാമത്തെ ദർബ് അടിയുടെ ഊക്ക് കാണിക്കാനും അല്ലെങ്കിൽ അതിന്റെ എണ്ണം കാണിക്കാനുമാണ് ഉപയോഗിക്കുക. അതാണ് മഫ്ഊൽ മുത്ലഖ്. ഇതേ പ്രയോഗമാണ് ഇദാ വഖഅത്തിൽ വാഖിയ, ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ വബുസത്തിൽ ജിബാലു ബുസ്സ എന്ന ആ പ്രയോഗത്തിലൂടെ അള്ളാഹു നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നു. വബുസത്തിൽ ജിബാലു ബസ്സ, മലകൾ പൊടിച്ച് തരിപ്പണമാക്കപ്പെടും. ഭൂമി ഒന്നാകെ പുറപ്പിക്കപ്പെടും, മലകൾ ഒന്നാകെ പൊടിച്ച് തരിപ്പണമാക്കപ്പെടും. ഫകാനത്ത് ഹബാഅം മുംബസ. അങ്ങനെ പൊടിക്കപ്പെട്ട മലകളൊക്കെ എന്ത് ചെയ്യും? ചിതറിയ ധൂളികളായി മാറും. അങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പാറിപ്പോകുന്ന പൊടിപടലങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുണ്ടാകും. ഇതുപോലെ ഈ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ അള്ളാഹു പൊടിച്ച് ഇങ്ങനെ ധൂളികളാക്കി മാറ്റും. എന്നിട്ട് 7-ാമത്തെ വചനം
നിങ്ങൾ ശ്രദ്ധിച്ചു. കുന്തും അസ്വാജൻ സലാസ. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ആദം അലി ഇസ്ലാം മുതൽക്ക് അവസാനത്തെ മനുഷ്യക്കുഞ്ഞു വരെയുള്ള ആളുകളെ 3 ഗ്രൂപ്പുകളാക്കി അള്ളാഹു തിരിക്കും. ഈ ആയത്തിന്റെ അർത്ഥം ശ്രദ്ധിച്ചു നോക്കും. നിങ്ങൾ 3 തരത്തിലുള്ള ഭാഗങ്ങളായി തീരുകയും ചെയ്താൽ എന്നാണ്. ഈ ഏതൊക്കെയാണ് ഈ 3 തരത്തിലുള്ള ആളുകൾ നമുക്ക് വിശദീകരിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 സംഗതികളുണ്ട്. ഒന്ന്, 8 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ ഒന്നിച്ചുള്ള ഇതിന്റെ സാമാന്യമായ ഒരു വിശദീകരണമാണ് കൊടുത്തിട്ടുള്ളത്. 11 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ ഏറ്റവും ഉയർന്ന അസാബിഖൂൻ എന്ന് പറയുന്ന അതിഭാഗ്യവാന്മാരെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. 27 മുതൽ 40 വരെയുള്ള ആയത്തുകളിൽ രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് വിശദീകരിക്കുന്നു, അൽ മൈമന എന്ന് പറയുന്ന. 41 മുതൽ 56 വരെ ദൗർഭാഗ്യവാന്മാരായ മഷ്അമത്ത് എന്ന് വിശദീകരിക്കപ്പെട്ട ആളുകളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ സൂറത്തിൽ 88 മുതൽ 94 വരെയുള്ള വചനങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ചുരുക്കി വിശദീകരിച്ചുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇനി ആരൊക്കെയാണ് ഈ 3 വിഭാഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. 7-ാമത്തെ ആയത്തിൽ വിശദീകരിച്ച കാര്യം എന്താണ്? വകുന്തും അസ്വാജൻ സലാസ. ഖിയാമത്ത് നാളിൽ 3 തരക്കാരായി അള്ളാഹു നമ്മളെ ഒരുമിച്ച് വെക്കും. അതിൽ ഒന്ന് അസ്ഹാബുൽ മൈമനത്തി മാ അസ്ഹാബുൽ മൈമന. ഒന്ന് അസ്ഹാബുൽ മൈമനയാണ്. അസ്ഹാബുൽ മൈമനത്ത് വിശദീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മാ അസ്ഹാബുൽ മൈമന, അവരാരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? എന്നാൽ ഒരു വിശദീകരണത്തിന് മുമ്പായി ആ വിശദീകരണത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രയോഗങ്ങൾ ഖുർആൻ നടത്താറുള്ളത്. എന്ന് വെച്ചാൽ സൗഭാഗ്യത്തിന്റെ വലതുപക്ഷക്കാർ എന്താണ്? ഈ വലതുപക്ഷക്കാർ ആശ്ചര്യം തന്നെയാണ് അവിടെ കാര്യം. വസ്ഹാബുൽ മഷ്അമത്തി മാ അസ്ഹാബുൽ മഷ്അമ. ദൗർഭാഗ്യത്തിന്റെ ഇടതുപക്ഷക്കാർ എന്താണ്? ഇടതുപക്ഷക്കാർ അതും ആശ്ചര്യം തന്നെ. വസ്സാബിഖൂന സാബിഖൂൻ, മുൻകടന്നവർ തന്നെ. അപ്പൊ 3 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് അസ്ഹാബുൽ മൈമന, മറ്റൊന്ന് അസ്ഹാബുൽ മഷ്അമ, മൂന്നാമത്തത് അസ്സാബിഖൂൻ എന്ന് പറയുന്ന ആളുകൾ. ഈ 3 വിഭാഗത്തെ താഴെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ രീതിയിൽ നോക്കുക. മൈമന എന്നത് അതിന്റെ ഒരു പ്രയോഗമാണ് യുംന്. യുംന് എന്ന് പറഞ്ഞാൽ ഈ ശുഭം, ഭാഗ്യം, അഭിവൃദ്ധി, ആശീർവാദം, വലതുഭാഗം എന്നൊക്കെ അർത്ഥത്തിലാണ് യുംന്. ആ അർത്ഥം തന്നെയാണ് മൈമന എന്ന വാക്കിൽ നിന്ന് കിട്ടുന്നത്. മറ്റൊരു വാക്കാണ് ഷുഉമ്. ആ ഷുഉമ് നേരത്തെ പറഞ്ഞ യുംനിന്റെ നേരെ മറുപക്ഷത്തുള്ള ആശയാണ് കിട്ടുക. ആ ഷുഉമിൽ നിന്നാണ് മഷ്അമ എന്ന വാക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ആശയം നമുക്ക് ബോധ്യപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മൾ ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും വലതിനെ മുന്തിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുമ്പോൾ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നു. എന്നാൽ ഇടത് പലപ്പോഴും നമ്മൾ വൃത്തിയാക്കാനും അതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ആ പ്രദേശത്തേക്ക് പ്രവേശിക്കും, നമ്മൾ ഇടത് കാല് വെച്ചുകൊണ്ട് ആരംഭിക്കും. ഒരു വേർതിരിവോടെ കാണുന്നു. ഇടത് വലത് എന്ന വേർതിരിവ് ഈ പറയുന്ന നന്മ തിന്മകളെ വേർതിരിക്കാൻ, നല്ലതിനെയും ചീത്തയെയും വേർതിരിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഭൗതിക ലോകങ്ങളും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് നോക്കിക്കാണുന്നത്. പലപ്പോഴും നമുക്കത് അംഗീകരിക്കാൻ അല്പം പ്രയാസം ഉണ്ടാകും. അസ്ഹാബുൽ മൈമനത്ത് എന്ന് പറഞ്ഞാൽ സൗഭാഗ്യത്തിന്റെ ആളുകൾ, അതായത് വലതുപക്ഷക്കാർ. അവരാരാ? സത്യവിശ്വാസവും സൽക്കർമ്മവും വഴി അള്ളാഹുവിന്റെ പ്രീതിക്കും പാപമോചനത്തിനും പാത്രമായ ആളുകളാണ്. അള്ളാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തട്ടെ. രണ്ടാമത്തെ വിഭാഗം അസ്ഹാബുൽ മഷ്അമയാണ്. നേരത്തെ അസ്ഹാബുൽ മൈമനത്ത് ആരാണോ അവരുടെ നേരെ മറുഭാഗത്താണ് ഇവർ വരിക. എന്ന് പറഞ്ഞാൽ അവര് അവിശ്വാസവും ദുഷ്കർമ്മവും മൂലം അള്ളാഹുവിന്റെ ശാപകോപത്തിനും അള്ളാഹുവിന്റെ ശിക്ഷക്കും അവകാശപ്പെട്ട ആളുകളായി മാറുകയാണ്. വിശുദ്ധ ഖുർആനിലെ പിന്നെ സൂറത്തുൽ ബലദിലും നമുക്ക് സൂറത്തുൽ ബലദ് ബിഹാദിൽ ബലദ് എന്ന് പറയുന്ന സൂറത്തുൽ ബലദ് ഉണ്ട്. അതിൽ ഉലൈക അസ്ഹാബുൽ മൈമന ഉലൈക അസ്ഹാബുൽ മഷ്അമ എന്ന് പറഞ്ഞ് ചെറിയൊരു വിശദീകരണം ഈ പറഞ്ഞതിൻ്റെതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി താഴെ 8-9 വചനങ്ങളിൽ ചില ചോദ്യങ്ങളിലൂടെയാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. 3-ാമത്തെ വിഭാഗമാണ് അസ്സാബിഖൂൻ. അസ്സാബിഖൂൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള എല്ലാ പ്രതികൂല ശക്തികളെയും തട്ടി നീക്കി അള്ളാഹുവും റസൂലും പഠിപ്പിച്ചെന്താണോ അതുമായി മുന്നോട്ട് പോകുന്ന, അല്പം ത്യാഗം ചെയ്യുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് ശത്രുക്കളെ നേരിടേണ്ടി വരും, അപ്പോഴും അവർ പുറകോട്ട് പോവില്ല.
അവർ ഈ ദൗത്യവുമായി അവരുടെ വിശ്വാസവുമായി എന്തെല്ലാം പീഡനങ്ങളും മർദ്ദനങ്ങളും പ്രയാസമുണ്ടായാലും മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവരാണ് അസ്സാബിഖൂൻ എന്ന വിഭാഗത്തിൽപ്പെടുന്നത്. ഇതിനൊരു വിശദീകരണം സൂറത്തു ആൽ ഇമ്രാനിലും അതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് താഴെ വരുന്ന സൂറത്ത് 57-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, 57-ാമത്തെ അധ്യായത്തിൽ. അതുപോലെ തന്നെ ആൽ ഇമ്രാൻ സൂറത്തിൽ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹസ് സമാവാതു വൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നന്മയിൽ മുന്നേറുക, മത്സരിക്കുക, അതിശീഘ്രം ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ കുതിക്കുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ സിബാക്ക് എന്ന പദം നമ്മൾ ഉപയോഗിക്കാറില്ല. അത് തന്നെയാണ് അസാബിഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 13-14 വചനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഇതിന്റെ ഒരു വിശദീകരണമാണ്. ഉലായിക്കൽ മുഖറബൂൻ, അസാബിഖിനെ കുറിച്ച് പറഞ്ഞെടുത്ത് 11-ാമത്തെ വചനത്തിൽ പറയുന്നു ഉലായിക്കൽ മുഖറബൂൻ, അവർ അക്കൂട്ടർ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവരത്രേ, ഫി ജന്നാത്തിൻ നഈം, അതെ സുഖാനുഗ്രഹത്തിന്റെ സ്വർഗങ്ങളിൽ. ഇവരാരാണ്? അതാണ് 13-ാമത്തെ വചനം, സുല്ലത്തുൻ മിനൽ അവ്വലീൻ, ആദ്യത്തേവരിൽ നിന്ന് ഒരു വലിയ കൂട്ടം, വ ഖലീലും മിനൽ ആഖിരീൻ, പിന്നീടുള്ളവരിൽ നിന്ന് അല്പം ആളുകളും. ആരാണ് ആദ്യക്കാർ, ആരാണ് പിൽക്കാലക്കാർ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയത്. അൽ അവ്വലി എന്ന് പറഞ്ഞാൽ പൂർവ്വ സമുദായങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ആദം അലി ഇസ്ലാം മുതൽക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള ഈസാ അലി ഇസ്ലാം വരെയുള്ള എത്രയോ ജനവിഭാഗങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അവരാണ് മുൻകടന്നവർ. അൽ അവ്വലീൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ അവരൊരു വലിയ ഒരു വിഭാഗം തന്നെയാണ്. അൽ ആഖിരി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തെയാണ് ഉദ്ദേശിച്ചത്. അവർ വളരെ കുറച്ചാണ് ഉണ്ടാവുക. ഇത് ആരുടെ അഭിപ്രായം എന്ന് അറിയോ? ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി, അവർക്ക് ഖുർആന്റെ വ്യാഖ്യാതാക്കളാണ്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ് അൽ അവ്വലീൻ എന്ന് പറഞ്ഞാൽ പൂർവ്വ സമുദായങ്ങളാണ്, അൽ ആഖിരീൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. ഇനി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താ വെച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ആദ്യകാലത്ത് അവിടുത്തെ കൂടെ വിശ്വസിക്കുകയും അവിടുത്തെ കൂടെ ജീവിക്കുകയും ത്യാഗവും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുകയും യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ആളുകളാണ് മുൻഗാമികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിൻഗാമികൾ എന്ന് പറയുന്നതോ അൽ ആഖിരി എന്ന് പറഞ്ഞാലോ നമ്മളെ പോലെ ഇന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പ് ജീവിച്ചവർക്കും ആയിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ ആദ്യകാലക്കാർക്ക് ശേഷം ജീവിച്ചവരാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ കൊടുത്തത്. ഇപ്പൊ സൂറത്ത് തൗബയില് വസ്സാബിഖൂനൽ അവ്വലൂൻ എന്ന് പറയുന്നു. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. ഇവിടെ മുഹാജിറുകളിൽ നിന്നും അൻസാരികളിൽ നിന്നുമുള്ള ആദ്യത്തേവരായ മുൻകടന്നവരും സുഹൃതം മുഖേന അവരെ പിന്തുടർന്നവരുമാകട്ടെ അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെ കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങൾ അവരതിൽ നിത്യവാസികളായ നിലയിൽ അവൻ അവർക്ക് ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് സൂറത്ത് തൗബയുടെ ഈ ആയത്തിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹു സുമ്മല്ലദീന യലൂനഹു, തലമുറകളിൽ ഏറ്റവും ഉത്തമ തലമുറ എന്റെ തലമുറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിരുന്ന ആളുകൾ, 1-ാം നൂറ്റാണ്ടിലെ ആളുകൾ, പിന്നീട് വരുന്നത് 2-ാം നൂറ്റാണ്ടിലെ ആളുകൾ, അത് കഴിഞ്ഞ് 3-ാം നൂറ്റാണ്ടിലെ ആളുകൾ, നമ്മളതൊക്കെ കഴിഞ്ഞ് ഒരു 15-ാം നൂറ്റാണ്ടിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹിജറ കലണ്ടർ അനുസരിച്ച് നോക്കിയാൽ നമ്മൾ 15-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വിശ്വാസികളാണ്. അപ്പൊ അസ്സാബിഖൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവരാണ് എന്ന് ഇബ്നു അബി ഹാത്തിം ഒക്കെ ഉദ്ധരിക്കുന്ന ചില വചനങ്ങൾ കാണാം. ഈ ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പടച്ചോനെ അസ്സാബിഖൂൻ എന്ന് പറയുന്ന വിഭാഗം കഴിഞ്ഞുപോയി, ഞങ്ങൾക്ക് അവരിൽ ഉൾപ്പെടാൻ ഒരു മാർഗമില്ല, നീ അസ്ഹാബുൽ മൈമനത്തിലെങ്കിലും ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ മഷ്അമത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഈ പറഞ്ഞ ആദ്യത്തെ ആ 2 വിഭാഗം, ഒന്ന് അസ്ഹാബുൽ മൈമന, അസ്സാബിഖൂൻ എന്ന് പറയുന്ന ആ 2 വിഭാഗങ്ങളും അവർക്ക് അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് 15 മുതൽക്കുള്ള ആയത്തുകള്. അലാ സുറുരിൻ മൗദൂന, മടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിൽ മേലായിരിക്കും അവർ. മുത്തഖീന അലൈഹ മുത്തഖാബിലീൻ, അവർ അന്യോന്യം അഭിമുഖരായ നിലയിൽ അവയിൽ ചാരിയിരുന്നും സുഖിച്ചുകൊണ്ടുമായിരിക്കും ഉണ്ടാവുക. കാരണം ഇതൊക്കെ പഴയൊരു മലയാള രീതിയാണ്. നമ്മൾ നന്നായി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ മലയാളം നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇതിന്റെ വിശദീകരണത്തിൽ കാണാം, സ്വർണത്തിന്റെ ഇഴകളാൽ മടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളായിരിക്കും
ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഈ സുറുൽ മൗദൂന എന്നതിന്റെ ഒരു വിശദീകരണത്തിന്റെ അഭിപ്രായം പറഞ്ഞത്. എന്നാൽ സുദ്ദിയെ പോലെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കള് മറ്റൊരു അർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്ത അർത്ഥം എന്താ വെച്ചാല് മുത്തും സ്വർണവും ചേർത്ത് മടയപ്പെട്ടത് എന്നാണ്. സുറൂറ് മൗദൂനത്താണ് മെടയപ്പെട്ടത്. അത് സ്വർണ്ണ നൂല് കൊണ്ട് മെടയപ്പെട്ടത് അല്ലെങ്കിൽ മുത്തും പവിഴവും ഉപയോഗിച്ച് മെടയപ്പെട്ട കട്ടിലുകളിലായിരിക്കും സ്വർഗാവകാശികളായ ആളുകൾ അന്ന് ഉണ്ടാവുക. ആ കട്ടിലുകളിൽ തന്നെ സ്വർഗക്കാരായ ആളുകൾ പരസ്പരം അഭിമുഖമായിരിക്കുന്നു. അവർ ചിയേഴ്സ് പറയുന്നു, സന്തോഷം പങ്കുവെക്കുന്നു, അവർക്ക് ലഭിക്കുന്ന സ്വർഗത്തിന് അനുഗ്രഹങ്ങളൊക്കെ അവർ ആസ്വദിക്കുകയും ചെയ്യുന്നു. 17 18 ആയത്തുകൾ ശ്രദ്ധിച്ചു നോക്ക്. യതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ, സ്ഥിരവാസം നൽകപ്പെട്ടവരായ ബാലന്മാർ അവരിൽ സേവനത്തിനായി ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുള്ള ചെറിയ കുട്ടികൾ, അവര് തെക്കിലീഫ് എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളാണ്. അവരൊക്കെ ആയിരിക്കാം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സേവനത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുന്നവർ എന്ന് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അല്ലാഹു ആലം, നമുക്കത് കൃത്യമായി പറയാൻ കഴിയില്ല. എന്നാൽ ഈ ആളുകൾ കുട്ടികളാണ്. എങ്ങനെയുള്ള കുട്ടികളാ? നിത്യജീവിതം നൽകപ്പെട്ട മുഖല്ലദൂൻ, നിത്യജീവിതം നൽകപ്പെട്ട ആളുകൾ, ഈ ചെറിയ കുട്ടികൾ അവരെന്ത് ചെയ്യും? സ്വർഗക്കാരുടെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എന്താണ് ആവശ്യം, എന്താണ് വേണ്ടത് എന്ന് അന്വേഷിച്ച്. ബി അക്വാബിൻ വ അബാരീഖ വ കഅസിൻ മിൻ മഈൻ, അവിടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? കോപ്പകളുണ്ട്, കൂജകളുണ്ട്, ഉറവുനീരിന്റെ അതായത് മദ്യത്തിന്റെ പാനപാത്രം അവിടെ കയ്യിലുണ്ട്. ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ചുറ്റും ഇങ്ങനെ അവരിങ്ങനെ എന്താണ് വേണ്ടത്, വേണോ വേണ്ടേ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കും. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, അവ അത് കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് തലവേദന ഉണ്ടാവില്ല, ലഹരി ബാധിക്കുകയും ചെയ്യില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ക്ലാസ്സിൽ വന്ന് തലവേദന എന്ന വിഷമം പറഞ്ഞ് ഡെസ്കിൽ കിടക്കാൻ ശ്രമിക്കാറില്ലേ? സ്വർഗത്തിൽ ഒരു തലവേദനയോ ഒരു വയറുവേദനയോ ഒരു വിമ്മിഷ്ടമോ ഒരു ടെൻഷനോ ഇല്ലാത്ത ഒരു തികച്ചും സന്തോഷത്തിന്റെ ഒരു അവസ്ഥയാണ് സ്വർഗത്തിൽ ഉണ്ടാവുക എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ അവർ ഏതാണോ തെരഞ്ഞെടുക്കുന്നത്, അവർക്ക് ഏതാണോ ഇഷ്ടം, അത്തരത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങൾ അവർക്ക് ലഭിക്കും. പക്ഷിമാംസങ്ങളിൽ നിന്ന് ഏത് പക്ഷിമാംസമാണോ അവർക്ക് ഇഷ്ടം, അത് അവർക്ക് അവിടെ തെരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ ചോയ്സിനുള്ള ഇഷ്ടം പോലെയുള്ള അവസരങ്ങളുണ്ട്. ഇതുപോലെ ഇനിയും അടുത്ത ആയത്തുകളിൽ സ്വർഗത്തെ കുറിച്ചുള്ള ധാരാളം വിശദീകരണങ്ങൾ വരുന്നുണ്ട്. നമ്മൾ വീണ്ടും വായിക്കുക, നന്നായി ആവർത്തിച്ച് വായിക്കുക. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. പദങ്ങളിലൂടെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ഭാഷയിലുള്ള ഒരു അഭിവൃദ്ധി കൂടി ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കൂടെ അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നമുക്ക് എല്ലാ നന്മയും പ്രദാനം ചെയ്യട്ടെ.